കർത്താവിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. ഫെയ്ത്ത് വോയിസിലേക്ക് എല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 11-ാം അധ്യായം 25-ാം തിരുവചനം ഇങ്ങനെ വ്യക്തമാക്കുന്നു. യേശു അവളോട് പറഞ്ഞു, ഞാനാണ് പുനരുദ്ധാനവും ജീവനും. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ക്രിസ്തുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ജീർണതയുടെ അവസ്ഥകളിൽ നിന്ന് മരിച്ച ലാസറിനെ ജീവന്റെ അവസ്ഥയിലേക്ക് കൊണ്ടുവന്നത് ദൈവത്തിൻ്റെ ആത്മാവാണ്. നമ്മുടെ ജീവിതത്തിലും ജീർണതയുടെ അവസ്ഥകൾ കടന്നു വരാറുണ്ട്. നാം ഒരിക്കലും ഉയരുകയില്ലെന്ന് പലരും വിധിക്കുമ്പോഴും ഒറ്റപ്പെടുത്തുമ്പോഴും മനസ്സുമെടുത്ത് ശരീരം ജീർണതയുടെ അവസ്ഥയിലേക്ക് എത്തി എന്ന് നമുക്ക് തോന്നുന്ന സമയങ്ങളിൽ നമ്മുടെ പ്രാർത്ഥനകളിൽ വെളിപ്പെടുന്ന ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് വേണ്ടി പുതുജീവൻ പകരും. ഒരിക്കലും തിരികെ വരികയില്ല എന്ന് കരുതിയ അസ്ഥികൂമ്പാരങ്ങളെ ഒന്നിച്ചുകൂട്ടി ജീവൻ പകർന്ന് ഒരു വലിയ സമൂഹമായി രൂപാന്തരപ്പെടുത്തുവാൻ ദൈവമായ കർത്താവിന് കഴിഞ്ഞു എങ്കിൽ നമ്മുടെ ജീവിതത്തിലും ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. വിശ്വസിക്കുക. ഞാനാണ് പുനരുദ്ധാനവും ജീവനും, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും എന്ന് പറഞ്ഞ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരുവൻ പോലും നശിച്ചു പോകുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് വചനമാകുന്ന ദൈവം നമ്മെ നോക്കി പറയുന്നു, വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കും. നമ്മുടെ കർത്താവായ യേശു ഇന്നും ജീവിക്കുന്ന ദൈവം. വാനിലും ഭൂവിലും നമ്മുടെ ദൈവം ഇന്നും ജീവിക്കുന്നു. അവിടത്തോട് നമുക്ക് പറയാം, കർത്താവേ, അവിടുന്നാണ് എൻ്റെ ദൈവം. രാജാതി രാജാവായി അവിടുന്ന് എന്നും വാഴണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ ദൈവം വാഴുന്നു, എൻ്റെ ദൈവം വാഴുന്നു. രാവിലും പകലിലും വാനിലും ഭൂവിലും എൻ്റെ ദൈവം വാഴുന്നു. ആമേൻ. എൻ്റെ ദൈവം വാഴുന്നു, എൻ്റെ ദൈവം വാഴുന്നു. ഹല്ലേലൂയ. രാവിലും പകലിലും വാനിലും ഭൂവിലും എൻ്റെ ദൈവം വാഴുന്നു. അവൻ വാഴുന്നു, അവൻ വാഴുന്നു. നിത്യപുരോഹിതൻ വാഴുന്നു, അവൻ വാഴുന്നു, അവൻ വാഴുന്നു. രാജാതി രാജാവായി വാഴുന്നു. ആമേൻ. ഹല്ലേലൂയ. അവൻ വാഴുന്നു, നിത്യപുരോഹിതൻ വാഴുന്നു, അവൻ വാഴുന്നു, അവൻ വാഴുന്നു. രാജാതി രാജാവായി വാഴുന്നു. എൻ്റെ ദൈവം വാഴുന്നു, എൻ്റെ ദൈവം വാഴുന്നു. രാവിലും പകലിലും വാനിലും ഭൂമിയിലും എൻ്റെ ദൈവം വാഴുന്നു. ഇളകി മറിയുന്ന കടലിന്റെ നടുവിലും നുറുങ്ങിയ ഹൃദയത്തിനുള്ളിലും നമ്മുടെ കർത്താവായ യേശു ഇന്നും ജീവിക്കും. നമ്മുടെ പ്രതികൂലങ്ങളിൽ അവിടുന്ന് നമ്മെ സഹായിക്കും. ഇളകി മറിയും കടലിൻ നടുവിലും എൻ്റെ ദൈവം വാഴുന്നു. ആമേൻ. ഹല്ലേലൂയ. ഇളകി മറിയും കടലിൻ നടുവിലും എൻ്റെ ദൈവം വാഴുന്നു. കലങ്ങി മറിയും മനസ്സിനുള്ളിലും എൻ്റെ ദൈവം വാഴുന്നു. ഓ യേശു. കലങ്ങി മറിയും മനസ്സിനുള്ളിലും എൻ്റെ ദൈവം വാഴുന്നു. യേശു വാഴുന്നു. അവൻ വാഴുന്നു, അവൻ വാഴുന്നു. നിത്യപുരോഹിതൻ വാഴുന്നു, അവൻ വാഴുന്നു, അവൻ വാഴുന്നു. രാജാതി രാജാവായി വാഴുന്നു, അവൻ വാഴുന്നു, അവൻ വാഴുന്നു. നിത്യപുരോഹിതൻ വാഴുന്നു, അവൻ വാഴുന്നു, അവൻ വാഴുന്നു. രാജാതി രാജാവായി വാഴുന്നു. ഇന്ന് നമ്മുടെ ജീവിതത്തിലെ പ്രതികൂലമാകുന്ന അഗ്നിയുടെ നടുവിലും നമ്മെ രക്ഷിക്കുവാനായി നമ്മുടെ ദൈവം ഇറങ്ങി വരും. ആ കർത്താവായ യേശുവിൻ്റെ തിരുമുമ്പിൽ നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം.
യേശു വാഴുന്നു. 7 മടങ്ങു ചൂടായി വരുമ്പോഴും എൻ്റെ ദൈവം വാഴുന്നു. അഗ്നിயின் നടുവിലും നാലാമനായി അവൻ എൻ്റെ ദൈവം വാഴുന്നു. ഓ യേശു വാഴുന്നു. അഗ്നിயின் നടുവിലും നാലാമനായി അവൻ എൻ്റെ ദൈവം വാഴുന്നു. അവൻ വാഴുന്നു, അവൻ വാഴുന്നു, നിത്യപുരോഹിതൻ വാഴുന്നു. അവൻ വാഴുന്നു, അവൻ വാഴുന്നു, രാജാധിരാജാവായി വാഴുന്നു. അവൻ വാഴുന്നു, അവൻ വാഴുന്നു, നിത്യപുരോഹിതൻ വാഴുന്നു. അവൻ വാഴുന്നു, അവൻ വാഴുന്നു, രാജാധിരാജാവായി വാഴുന്നു. ഏകാന്തതയുടെ നടുവിലും ഒറ്റപ്പെടലിന്റെ നിമിഷങ്ങളിലും കർത്താവ് നമ്മെ സഹായിക്കുവാനായി ഇറങ്ങി വരും. അവിടത്തോട് നമ്മുടെ ആവശ്യങ്ങൾ നമുക്ക് പങ്കുവയ്ക്കാം. വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. കടവിന്റെ പത്മോസിൻ മണ്ണിലും എൻ്റെ ദൈവം വാഴുന്നു. ഓ യേശു വാഴുന്നു. ഏകാന്ത തടവിന്റെ പത്മോസിൻ മണ്ണിലും എൻ്റെ ദൈവം വാഴുന്നു. അഗ്നിസമാനമായ കണ്ണുകളോട് കൂടെ എൻ്റെ ദൈവം വാഴുന്നു. അഗ്നിസമാനമായ കണ്ണുകളോട് കൂടെ എൻ്റെ ദൈവം വാഴുന്നു. യേശു വാഴുന്നു. അവൻ വാഴുന്നു, അവൻ വാഴുന്നു, നിത്യപുരോഹിതൻ വാഴുന്നു. അവൻ വാഴുന്നു, അവൻ വാഴുന്നു, രാജാധിരാജാവായി യേശു വാഴുന്നു. അവൻ വാഴുന്നു, അവൻ വാഴുന്നു, നിത്യപുരോഹിതൻ വാഴുന്നു. അവൻ വാഴുന്നു, അവൻ വാഴുന്നു, രാജാധിരാജാവായി വാഴുന്നു. ഒട്ടക്കിണറ്റിലും പോത്തീഫെർ വീട്ടിലും എൻ്റെ ദൈവം വാഴുന്നു. ഒട്ടക്കിണറ്റിലും പോത്തീഫെർ വീട്ടിലും എൻ്റെ ദൈവം വാഴുന്നു. കാരാഗ്രഹത്തിലും രാജാസനത്തിലും എൻ്റെ ദൈവം വാഴുന്നു. കാരാഗ്രഹത്തിലും രാജാസനത്തിലും എൻ്റെ ദൈവം വാഴുന്നു. അവൻ വാഴുന്നു, അവൻ വാഴുന്നു, നിത്യപുരോഹിതൻ വാഴുന്നു. യേശു വാഴുന്നു. അവൻ വാഴുന്നു, രാജാധിരാജാവായി വാഴുന്നു. ആമേൻ. ഹല്ലേലൂയ. വാഴുന്നു, അവൻ വാഴുന്നു, നിത്യപുരോഹിതൻ വാഴുന്നു. അവൻ വാഴുന്നു, അവൻ വാഴുന്നു, രാജാധിരാജാവായി വാഴുന്നു. ഇന്ന് പരിശുദ്ധാത്മാവ് നമ്മെ ഏവരെയും അനുഗ്രഹിക്കുകയും അവിടുത്തെ അനുഗ്രഹത്തിന്റെ സമൃദ്ധി ഇന്ന് അവിടത്തോട് പ്രാർത്ഥിക്കുന്ന ഏവരിലേക്ക് കടന്നു വരികയും ചെയ്യട്ടെ എന്ന് കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.